ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഗോവയിലെത്തിയപ്പോൾ ഫോക്സ് ടെയിൽ സീ റിസോർട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സൈറ്റ് സീന് പോവാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച സ്നേഹമിസ് ചെല്ലപ്പനും പിള്ളേച്ചന് മാഗിയും ആഷിനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹമിസ് നല്ലൊരു ആട്ട് തന്നിട്ടാണ് പോയത് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ, ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇന്നലെ നൈറ്റൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് കേട്ടോ കാണാൻ. കുറേ നടന്നു, പക്ഷേ എത്ര ഇങ്ങോട്ട് അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് ബസ് കയറിനോടത്ത് എത്തിയപ്പോൾ അവിടെ ഐസ്ക്രീം കണ്ട് കഴിച്ചു. ഒന്നിനും കൊള്ളില്ലായിരുന്നു. അങ്ങനെ നേരെ നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ നാഗവല്ലിയാണ് കേട്ടോ. ഒന്ന് നാഗവല്ലി, 2 ഝാൻസി റാണിയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയറി വരണം. ഒടുക്കത്തൊരു ബ്രേക്ക് ഇട്ടിട്ട് ഇപ്പോൾ പോയാലൊരു പീസ് വെള്ളത്തിൽ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ എല്ലാവരും ആവേശം കെട്ടടങ്ങിയിട്ടിരിക്കുകയാണ് ഗൈസ്. കാരണം തുള്ളിയും അതുപോലെ തന്നെ നടന്നും അതുപോലെ തന്നെ വെയിലിൻ്റെ ഒരു ഇതുകൊണ്ടും എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ചെല്ലണത് നമ്മൾ അഗോഡ ഫോർട്ട് കാണാനാണ് പോകുന്നത്. അവിടെ പിന്നെ തീരെ നടക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ ദിവസമായിട്ടൊരു കുഴപ്പമില്ല. നടന്ന് ബാക്കിയുള്ളതിൻ്റെ ഊപ്പാടളകും ഗൈസ്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, എന്ത് കാണാൻ പോകണമെങ്കിലും ഒരു ലോഡ് നടക്കണം അല്ലേ. എന്ത് കഷ്ടമാണ്, തുമ്പത്തെങ്ങനെ വെച്ചാൽ പോലെയായിരുന്നു അവർക്ക്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറാണ്. അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ട്, കുറേ പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്, കുറേ പേര് അവിടെ പോയി കാണുന്നുണ്ട്, കുറേ പേര് ഈ സൈഡിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം ബഹളമായാണ് കേട്ടോ, നല്ല വെയിലും അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ അറ്റത്ത് ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു വ്യൂ ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു സീനറിയൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെ എന്ത് രസമാണ് കാണാനായിട്ട്. അഗാധമായ കടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പം ഇനി പുറത്തോട്ടേക്ക് നടക്കാണ് കേട്ടോ. അപ്പോൾ നടന്നിട്ട് എത്തണില്ല. മറ്റേത് കയറ്റായിരുന്നെങ്കിൽ ഇതിപ്പം ഇറക്കമാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ 2 ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, നമ്മുടെ അശ്രദ്ധാത്തി മേഘും. 2 ഫോട്ടോ എടുത്തിട്ട് മതിയാവണില്ല. ഇവർക്ക് നല്ല രീതിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കും കേട്ടോ. എനിക്കൊരെണ്ണം അങ്ങനെ അവരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എൻട്രൻസിലോട്ട് എത്തി. അങ്ങനെ ഇതാണ് നമ്മുടെ ഇതിട്ട. അങ്ങനെ പാർക്കിങ്ങിലോട്ട് വീണ്ടും കുറേ നടക്കണം, അത് വേറെ കാര്യം. അങ്ങനെ അവിടെ വെച്ച് റീലെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സെറ്റാക്കിയത് വന്നപ്പം അതിൻ്റെ ഇടയിൽ ഒരു പാണ്ടിത്തമിഴൻ ബസ് കയറി വന്നു ഇഷ്ടമാണ്. അവരാണെങ്കിൽ ഒന്ന് ബാക്ക് എടുക്കുക. നമ്മുടെ ബസ് വന്നപ്പം അവരൊന്ന് ബാക്ക് ഇറക്കിയിട്ട് തിരുന്നെങ്കിൽ ആ റീലൊന്ന് കംപ്ലീറ്റ് ആക്കായിരുന്നു. ഇത് ആകെ കോളാക്കി അവർ എന്നിട്ട് അവിടെ നോക്കിക്കുക, നമ്മളിവിടെ ഡാൻസ് കളിക്കും. അതങ്ങനെ കുറേ എണ്ണം. എന്നാലും കുഴപ്പമില്ല, ഞാനത് വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നല്ല രസമായിരുന്നു. അത് കിഡിലനായിട്ട് സ്ലോ മോല് വരുത്തേണ്ടതായിരുന്നു. ആ ബസ്സുകാർ നശിപ്പിച്ചു. നമ്മുടെ ഫയാസിക്കയുടെ നൃത്യങ്ങളുണ്ട്. മെഹറുബ ആ പാട്ടപ്പുള്ളിക്കാരൻ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോ എടുത്തേക്കണത്. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യില്ല എന്ന് ഒരു പ്രതീക്ഷയിലാണ് നിൽക്കണത് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പിന് മാത്രം ഒരു ശമനമില്ല ഗൈസ്. വേറൊന്നുമല്ല, നേരത്തെ കണ്ട അഗോഡ ഫോർട്ടിൻ്റെ ലോവർ അഗോഡ ഫോർട്ട് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനും നടന്ന് നമ്മുടെ ഊപ്പാട് ഇളകും. വെയിലില്ലാതെങ്കിൽ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. എനിക്കാണെങ്കിൽ വെയിൽ കണ്ണിന് ദൃഷ്ടി കണ്ടുകൂടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. സെയിം അവിടെ കണ്ടത് തന്നെ ഇവിടെ കണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഗോവ എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം വെള്ളമാണ്, മറ്റേ വെള്ളവും ഈ വെള്ളവും. അപ്പം വെള്ളം കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഈ വെയിലത്ത് അതൊക്കെ പോയി കണ്ട് അങ്ങനെ അപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. ഇവിടെ ചെന്നാൽ ഫുഡൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ദിവസം നമുക്ക് ചോറും സാമ്പാറും അതേപോലെ തന്നെ ഫിഷ് ഫ്രൈയും അങ്ങനെ ക്യാബേജ് ഉപ്പേരി എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഫുഡൊന്നും ട്രൈ ചെയ്തില്ല, പക്ഷേ കിട്ടിയത് കൊള്ളില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസത്തെ നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് വാരി വലിച്ച് തിന്നാനും പറ്റില്ല, കാരണം ഇത്രയും ലോങ് വരുന്ന കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നത്തെ ഫുഡല്ല ഒരു ആസ്വദിച്ച് കഴിച്ചിട്ടാ. ആഷിനെയും നെമി ചേച്ചിയും റോഷിനി ചേച്ചിയും മെർബിനും മേഘും എല്ലാവരും അടിച്ചു പൊളിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയി. അതിനുശേഷം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അഞ്ജുന ബീച്ചിലോട്ടാണ് കേട്ടോ. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബീച്ചിലോട്ട് വരുന്നത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കര എന്തോ എനിക്ക് ഈ ഒരു ബീച്ചിലോട്ട് ഭയങ്കര ഒരു ഇത്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് മ്യൂസിക്കും അതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ കുറേ നേരം തിരയിലൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. അപ്പം മാഗി ഞാനും ആഷിനൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ കുറേ എടുത്ത് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് രസമായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. നൈറ്റ് വേറെ ഉണ്ട്, പക്ഷെ നല്ല ചെറുതായിട്ട് കഴിച്ചപ്പം നല്ല എക്സ്പെൻസാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഗൈസ്. അപ്പം അടുത്ത പാട്ടിൽ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.